morning. Coordination chemistry, stability of coordination compounds ന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലബിലിറ്റി ഓഫ് കോംപ്ലക്സസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് പറഞ്ഞത്? ചാർജ് ഓഫ് ദ മെറ്റൽ, റേഡിയോ ഓഫ് ദ അയോൺ, ചാർജ് ടു റേഡിയസ് റേഷ്യോ, ജോമെട്രി ഓഫ് ദ കോംപ്ലക്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഓരോരോ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ്, മെറ്റൽ അയോണിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് മെറ്റൽ കോംപ്ലക്സിന്റെ ലബിലിറ്റിനെ എഫക്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറഞ്ഞപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ സൈസ് ആൻഡ് ചാർജ് ഓഫ് ദ സെൻട്രൽ മെറ്റൽ അയോൺ എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. പിന്നെ നാച്ചുറൽ ഓർഡർ, ഇർവിംഗ് വില്യം സീരീസ് ഓഫ് സ്റ്റെബിലിറ്റി, ക്ലാസ് എ ക്ലാസ് ബി മെറ്റലിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദ മെറ്റൽ അയോൺ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പറയാം. അതിൽ ചാർജ് ആൻഡ് സൈസ് ഓഫ് ദ അയോൺ. ഇപ്പൊ ജനറലി മെറ്റൽ അയോൺ വിത്ത് ഹയർ ചാർജ് ആൻഡ് സ്മോളർ സൈസ് ഫോം സ്റ്റേബിൾ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഹയർ ചാർജും സ്മോളർ സൈസും. സ്മോൾ കാറ്റയോൺ വിത്ത് ഹൈ ചാർജ്, ദാറ്റ് മീൻസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയാം. നമുക്ക് ചാർജ് ടു റേഡിയസ് റേഷ്യോനെ നമുക്ക് ചാർജ് ഡെൻസിറ്റി എന്ന് പറയാം. അപ്പോൾ ഹയർ ചാർജ് ഡെൻസിറ്റി ഉള്ള മെറ്റൽ കോംപ്ലക്സുകളാണ് ദാറ്റ് മീൻസ് പോളറൈസിങ് പവർ കൂടുതൽ, Z/R റേഷ്യോ കൂടുതൽ എന്ന് പറഞ്ഞാൽ പോളറൈസിങ് പവർ കൂടുതലുള്ള മെറ്റൽ അയോൺസ് ആണ് ഹൈ സ്റ്റെബിലിറ്റി ഉള്ള കോംപ്ലക്സുകൾ ഫോം ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എഫക്റ്റ് ഓഫ് അയോണിക് റേഡിയസ് എങ്ങനെ എഫക്റ്റ് ചെയ്യും സ്റ്റെബിലിറ്റിനെ എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ കോംപ്ലക്സസ് ഓഫ് ബെറീലിയം, മാഗ്നീഷ്യം, കാൽഷ്യം, ബേരിയം തന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ചാർജ് +2 ആണ്. അപ്പം എന്ത് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്? ചാർജ് സെയിമും റേഡിയസ് ഡിഫറെൻറ്റുമാണ്. അപ്പം റേഡിയസ് കൂടുന്നതിനനുസരിച്ചിട്ട് ചാർജ് ടു റേഡിയസ് റേഷ്യോ കുറയും. അപ്പം എന്താണ്? ബീറ്റ വാല്യൂ അതിനനുസരിച്ചിട്ട് കുറയും. അപ്പം ഏറ്റവും ചെറിയത് റേഡിയസ് കുറവ് ബെറീലിയം 2-നാണ്, റേഡിയസ് കൂടുതൽ ബേരിയത്തിനുമാണ്. അപ്പം ബെറീലിയത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ബീറ്റ വാല്യൂ ഫോർമേഷൻ കോൺസ്റ്റന്റ് ഉണ്ടാവുക, ഏറ്റവും കുറവുണ്ടാവുക ബേരിയത്തിനായിരിക്കും. അപ്പോൾ ബേരിയം ടു ബെറീലിയം സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് നമ്മൾ എഫക്റ്റ് ഓഫ് ചാർജ് ആണ് പറയുന്നത്. മെറ്റലിന്റെ സെൻട്രൽ മെറ്റൽ അയോണിന്റെ ചാർജ് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ നോക്കുക, രണ്ട് പെയർ തന്നിട്ടുണ്ട്. ആദ്യത്തെ പെയർ Fe3+ന്റെയും Fe2+ന്റെയും സയനോ കോംപ്ലക്സ് ആണ്. അപ്പം എന്താണ്? Fe2+ഉം Fe3+ പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം അയണിക് റേഡിയേ ആണ്, പക്ഷെ ചാർജ് ഡിഫറെൻ്റ് ആണ്. Fe3+ന് +3ഉം Fe2+ ഉള്ള കോംപ്ലക്സിന് +2 ആണ്. അപ്പോൾ ചാർജ് കൂടുന്നതിനനുസരിച്ചിട്ട് ബീറ്റ വാല്യൂ കൂടും, സ്റ്റെബിലിറ്റി ചാർജ് കൂടുതലുള്ളതിനായിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ +3 ഉള്ള Fe3+ന്റെ കോംപ്ലക്സിന്റെ ലോഗ് ബീറ്റ വാല്യൂ 31ഉം Fe2+ൻ്റെത് 8.3 ആണ്. സ്റ്റെബിലിറ്റി കൂടുതൽ Fe3+നും കുറവ് Fe2+നും ആയിരിക്കും. അതേപോലെ തന്നെ വേറൊരു പെയറാണ് കൊബാൾട്ട് 3+ഉം കൊബാൾട്ട് 2+ഉം ഉള്ളത് താഴെ തന്നിട്ടുണ്ട്. അതും അതേപോലെ തന്നെയാവും വരിക, അല്ലേ? നെക്സ്റ്റ് നമ്മളെ മെറ്റൽ അയോൺസിനെ നമ്മൾ ക്ലാസിഫൈഡ് ഇൻ ടു 3 ക്ലാസ്സസ് ബേസ്ഡ് ഓൺ ദ സ്റ്റെബിലിറ്റീസ് ഓഫ് കോംപ്ലക്സസ് ഫോംഡ് ബൈ ദം വിത്ത് ലിഗാൻസ് ഹാവിംഗ് ഡോണർ ആറ്റം. അപ്പം മെറ്റൽ അയോൺസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ക്ലാസ് എ, ക്ലാസ് ബി, ബോർഡർ ലൈൻ, ഇങ്ങനെ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിലാണ് ഈ ഇർവിംഗ് വില്യം ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. അപ്പോൾ ഈ ഇർവിംഗ് വില്യം ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ക്ലാസ് എ, ക്ലാസ് ബി, ബോർഡർ ലൈൻ, ഈ ക്ലാസിഫിക്കേഷനൊക്കെ പറയണം. അത് ബാക്കിൽ വരുന്നുണ്ട്, എന്നാലും നമുക്കൊന്ന് പറയാം. അപ്പോൾ ക്ലാസ് എ മെറ്റൽ അയോൺസ് ആർ ദോസ് അയോൺസ് വിച്ച് ഫോം കോംപ്ലക്സസ് ഓഫ് ഗ്രേറ്റസ്റ്റ് സ്റ്റെബിലിറ്റി വിത്ത് ദ ലൈറ്റസ്റ്റ് എലമെന്റ് ഓഫ് ഈച്ച് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് ആസ് ഡോണർ ആറ്റം. ഗ്രേറ്റസ്റ്റ് സ്റ്റെബിലിറ്റി ഉള്ള കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്ന ആൾക്കാരാണ് ക്ലാസ് എ. ക്ലാസ് എക്ക് എക്സാമ്പിൾ ലിഥിയം പ്ലസും സോഡിയം പ്ലസ്, പൊട്ടാഷ്യം പ്ലസ് എക്സെട്ര. ഇനി ക്ലാസ് ബി കോംപ്ലക്സുകൾ എന്ന് പറഞ്ഞാൽ ക്ലാസ് ബി മെറ്റൽ അയോൺസ് ആർ ദോസ് വിച്ച് ഫോം ലീസ്റ്റ് സ്റ്റേബിൾ കോംപ്ലക്സസ് വിത്ത് ദ ലൈറ്റസ്റ്റ് എലമെന്റ് ഓഫ് ഈച്ച് ഗ്രൂപ്പ് ആസ് ഡോണർ ആറ്റം ആണ് ക്ലാസ് ബി. അതിന് എക്സാമ്പിൾ ആണ് കോപ്പർ പ്ലസ്, സിൽവർ പ്ലസ്, AU പ്ലസ് എക്സെട്ര.
ഇനി ഇതിൽ രണ്ടിലും ഈ ക്ലാസ് എയിലും ക്ലാസ് ബിയിലും വരാത്ത കുറച്ച് മെറ്റൽസ് ഉണ്ട്. സം മെറ്റൽ അയോൺസ് ഫോം കോംപ്ലക്സസ് ഹൂസ് സ്റ്റെബിലിറ്റീസ് cannot be predicted on the basis of the order which was observed for class A and class B ions. These ions are classified as borderline class. ബോർഡർലൈൻ ക്ലാസ് എന്ന് പറയും. ഈ ബോർഡർലൈൻ ക്ലാസ്സിൽ വരുന്നതാണ് Mn2+, Fe2+, Cobalt2+, Nickel2+, Copper2+, Zinc2+. ഇനി ഈ മെറ്റൽ അയോൺസിന്റെ സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സസ് വിത്ത് എ ഗിവൺ ലിഗാൻഡ് ഈസ് ഓൾമോസ്റ്റ് ഇൻ ദ ഓർഡർ Mn2+ less than, Fe2+ less than, Cobalt2+ less than, Nickel2+ less than, Copper2+ greater than, Zinc2+. ഈ മെറ്റൽ ബോർഡർ മെറ്റൽ അയോൺസിന്റെ സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സസ് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ സീരീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എർവിങ് വില്യം ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എർവിങ് വില്യം സീരീസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഈ സീരീസിന്റെ ഇടയിൽ ഒരു ഒറ്റ ഭാഗത്താണ് ഒരു ഡിസ്ക്രിപ്പൻസി ഉള്ളത്. അത് കോപ്പറിന്റെ സൈഡിലാണ്. ആ കോപ്പറിന്റെ സൈഡിൽ ഡിസ്ക്രിപ്പൻസി വരാനുള്ള കാരണം ജാണ്ടല്ല ഡിസ്റ്റോഷൻ ആണ്. ജാണ്ടല്ല ഡിസ്റ്റോഷൻ പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. സ്ട്രോങ് ജാണ്ടല്ല ഡിസ്റ്റോഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ജാണ്ടല്ല ഡിസ്റ്റോഷൻ കാണിക്കുന്ന മെറ്റലാണ് Copper2+. അതുകൊണ്ടാണ് അവിടെ മാത്രം ഒരു ഡിസ്ക്രിപ്പൻസി വരാനുള്ള കാരണം. ഓക്കെ, ഇനി ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലാസ് എ, ക്ലാസ് ബി, ബോർഡർ ലൈൻ മെറ്റൽസ് ഒക്കെ പറഞ്ഞു. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് മെറ്റൽ ആറ്റത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് അടുത്ത ഫാക്ടർ. അപ്പം ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ ഒരു മെറ്റൽ കോംപ്ലക്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബോണ്ട് ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ലിഗാൻഡ് ആറ്റം ഈസ് ടു സം എക്സ്റ്റെൻറ്റ് ഡ്യൂ ടു ദ ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺ പെയർ ടു ദ മെറ്റൽ. ലിഗാൻഡ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും ആർക്ക്, മെറ്റലിലേക്ക്. അപ്പോൾ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാത്രം നോക്കിയാൽ പോരാ, മെറ്റലിന് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നോക്കണം. ഇഫ് ദ മെറ്റൽ ഈസ് ഹാവിങ് എ ടെൻഡൻസി ടു അട്രാക്ട് ദ ഇലക്ട്രോൺ പെയർ, മെറ്റലിന് ഇലക്ട്രോൺ പെയറിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി, ദാറ്റ് ഈസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മെറ്റലാണെന്നുണ്ടെങ്കിൽ മോർ സ്റ്റേബിൾ ആയിരിക്കും കോംപ്ലക്സ്. അത്രയേ ഉള്ളൂ. ഇപ്പം മെറ്റലിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് നമുക്ക് പറയാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ലിഗാൻഡ്സ് ആണ്. ലിഗാൻഡ് എങ്ങനെയുള്ള ലിഗാൻഡ്സ് ഒക്കെ വരുമ്പോഴാണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സുകൾ വരിക എന്നുള്ളത്. അതിൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? സൈസ് ആൻഡ് ചാർജ്, ബേസിക് ക്യാരക്ടർ, ചീലേറ്റ് എഫക്റ്റ്, സൈസ് ഓഫ് ദ ചീലേറ്റ് റിങ്, സ്റ്റെറിക് എഫക്റ്റ് എക്സെട്ര. പിന്നെ ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സൈസ് ആൻഡ് ചാർജ് ഓഫ് ദ ലിഗാൻഡ് ആണ് ഫസ്റ്റ് പറയുന്നത്. അപ്പം നമ്മൾ മെറ്റൽ കോംപ്ലക്സിൽ എന്താണ്, ലിഗാൻഡ് ഡൊണേറ്റ് ചെയ്യും, മെറ്റൽ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഡൊണേറ്റ് ചെയ്യാനുള്ള ആളടുത്ത് ഇഷ്ടംപോലെ സാധനം ഉണ്ടെങ്കിലേ അതിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ എന്താണ്, ലിഗാൻഡ് ഈസ് സ്മോളർ ഇൻ സൈസ് ആൻഡ് ബിയറിംഗ് ഹയർ ചാർജ് ആണെങ്കിൽ മോർ സ്റ്റേബിൾ കോംപ്ലക്സ് ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് F- Cl-, രണ്ടിനും ചാർജ് -1 ആണ്. പക്ഷേ സൈസ് കുറയുന്നത്, സ്മോളർ സൈസ് ആവുന്നതിനനുസരിച്ചിട്ട് മോർ സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യും. ദാറ്റ് മീൻസ് F- ഫോം മോർ സ്റ്റേബിൾ കോംപ്ലക്സ് ദാൻ Cl- അയോൺ. ഇനി ഇൻ ദ കേസ് ഓഫ് മോണോഡെൻഡേറ്റ് ന്യൂട്രൽ ലിഗാൻഡ് ആണെങ്കിൽ ഡൈപോൾ മൊമെന്റ് ആണ് നമ്മൾ നോക്കുക. അപ്പോൾ ഹയർ ഡൈപോൾ മൊമെന്റും സ്മോളർ സൈസും ഉള്ള ലിഗാൻഡ് ആണ് മോർ സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യുക. പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത് ബേസിക് ക്യാരക്ടർ ഓഫ് ലിഗാൻഡ് ആണ്. ലിഗാൻഡിന്റെ ബേസിസിറ്റി. ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ. അപ്പോൾ ബേസിസിറ്റി കൂടുതലുള്ളത് മോർ ഈസിലി ഡൊണേറ്റ് ചെയ്യും. മോർ ഈസിലി ഡൊണേറ്റ് ചെയ്താൽ മോർ സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യും. സോ വിത്ത് ഇൻക്രീസ്ഡ് ബേസിക് ക്യാരക്ടർ മോർ സ്റ്റേബിൾ കോംപ്ലക്സ് ക്യാൻ ബി എക്സ്പെക്റ്റഡ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് chelating ability of the ligand. എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സസ് ആർ ജനറലി ഇൻക്രീസ്ഡ് ബൈ ദ കോർഡിനേഷൻ ഓഫ് പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് മെറ്റൽ സെൻറ്ററിലേക്ക് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ കോർഡിനേഷൻ ഓഫ് സച്ച് ലിഗാൻഡ്സ് പ്രൊഡ്യൂസ് റിംഗ് സ്ട്രക്ചേഴ്സ് വിത്ത് ദ മെറ്റൽ ആറ്റം ഫോമിങ് എ പാർട്ട് ഓഫ് ദ റിംഗ് സിസ്റ്റം. സച്ച് റിംഗ് സ്ട്രക്ചേർഡ് കോംപ്ലക്സസ് ആർ കാൾഡ് ചീലേറ്റ്. ആ ചീലേറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചിത്രം തന്നത്. കണ്ടോ, നമ്മളെ ഞണ്ടിൻ്റെ ഇറുക്കിയ എത്ര ഭാഗത്ത് കൂടെയാണ് അത് ആ നിക്കലിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അങ്ങനെ സ്ട്രോങ് ആയിട്ട് പല ഭാഗത്തിൽ കൂടെ പിടിച്ച് റിങ് ഫോം ചെയ്ത് നിൽക്കുമ്പോൾ നിക്കൽ അതിൻ്റെ ഉള്ളിൽ സേഫാണ്, എങ്ങോട്ടും ഊരി പോവില്ല എന്ന് പറഞ്ഞാൽ അത് അത്രയും സ്റ്റേബിളാണ്, അത്രയും സ്ട്രോങ് ബോണ്ടുകളാണ് അവിടെ ഉണ്ടാവുക.
അത് തന്നെയാണ് ചീലേറ്റിംഗ് ലിഗാൻഡ് വരുമ്പോൾ സംഭവിക്കുന്നത്. ചീലേറ്റിംഗ് ലിഗാൻഡ് വരുമ്പോൾ മെറ്റലിനെ അതിൻ്റെ ഉള്ളിൽ അവിടെ പിടിച്ചമർത്തി നിർത്തി വെക്കും. അപ്പോൾ അത് സ്റ്റേബിൾ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുക. ചീലേറ്റ് എഫക്റ്റ് ഓർ ചീലേഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലിഗാൻഡ് എഫക്റ്റ് ഇൻ ട്രാൻസിഷൻ മെറ്റൽ കോർഡിനേഷൻ കെമിസ്ട്രി. നോക്കാം, വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ ഫോളോയിങ് റിസൾട്ട്സ്. നിക്കൽ ക്ലോറൈഡ് H2O ആയിട്ട് കമ്പൈൻ ചെയ്ത് NiH2O6 ടൈംസ് 2+ ഫോം ചെയ്തു. ഇനി ഈ ഹെക്സാ അക്വോ നിക്കൽ 2+ കോംപ്ലക്സ് 6 NH3 ലിഗാൻഡുമായിട്ട് ഹെക്സാ അമീൻ നിക്കൽ 2+ കോംപ്ലക്സ് ഫോം ചെയ്യുക. അവിടെ ലോഗ് ബീറ്റ വാല്യൂ 8.6 ആണ്. ഇനി NiH2O6 ടൈംസ് 2+ഉം ആ H2Oനെ വാട്ടറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഥിലീൻ ഡയമീൻ ലിഗാൻഡ് വരുമ്പം ഉള്ള ഫോർമേഷൻ കോൺസ്റ്റന്റ് അവിടെ ലോഗ് ബീറ്റ എന്താണ് 18.3 ആണ്. അപ്പം എഥിലീൻ ഡയമീൻ എന്ന് പറയുമ്പം ഇവിടെ NH2 CH2 CH2 NH2 രണ്ട് നൈട്രജനും ഡോണേഴ്സ് ആണ്. അതിൻ്റെ പുറത്തുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന് ഡൊണേറ്റ് ചെയ്യും മെറ്റൽ സെൻറ്ററിലേക്ക്. എന്ന് പറഞ്ഞാൽ ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് ആണ്, അവിടെ റിങ് ഫോം ചെയ്യും. അപ്പം ചീലേറ്റ് റിങ് ഫോർമേഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ ബീറ്റ വാല്യൂ കൂടുതലുള്ളത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് കോംപ്ലക്സ് ഫോർമേഷനിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. NiH2O6 ടൈംസ് അക്വ കോംപ്ലക്സ് അമീൻ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ NH3 എന്ന് പറയുന്നത് സ്ട്രോങ്ങർ ലിഗാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ NiNH3 6 ടൈംസ് 2+ ഈസ് മോർ സ്റ്റേബിൾ ദാൻ NiH2O6 ടൈംസ് 2+. ഇനി ഒരു റിയാക്ഷൻ മോർ സ്റ്റേബിൾ കോംപ്ലക്സ് അല്ലെങ്കിൽ ഫീസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ എന്താണ് തെർമോഡൈനാമിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? ΔG മസ്റ്റ് ബി നെഗറ്റീവ് അല്ലേ? ഒരു റിയാക്ഷൻ ഫീസിബിൾ ആവണമെങ്കിൽ ΔG മസ്റ്റ് ബി നെഗറ്റീവ്. ഇനി ΔG ഈസ് ഈക്വൽ ടു ΔH മൈനസ് T ΔS ആണ്. ഈ റിയാക്ഷനിൽ കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷനിലെല്ലാം ΔH നെഗറ്റീവ് ആണ്. ΔS ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 ആണ്. എന്നാലും എന്താവും? ΔG ഫോർ ദ റിയാക്ഷൻ ഈസ് നെഗറ്റീവ്. കാരണം ΔH നെഗറ്റീവ് ആയതുകൊണ്ട് ΔG നെഗറ്റീവ് തന്നെയാവും. അപ്പോൾ റിയാക്ഷൻ ഫീസിബിൾ ആണ്. ഇനി ചീലേറ്റ് റിങ് വരുമ്പോൾ അവിടെ റിയാക്ഷൻ മോർ ആൻഡ് മോർ ഫീസിബിൾ ആവാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. അത് തെർമോഡൈനാമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ നോക്കുക, ഹെക്സാമീൻ നിക്കലിൻ്റെ കോംപ്ലക്സിലേക്ക് എഥിലീൻ ഡയമീൻ വന്ന് എഥിലീൻ ഡയമീൻ ത്രൈസ് നിക്കൽ 2+ കോംപ്ലക്സ് ഫോം ചെയ്തു. അതിൽ എഥിലീൻ ഡയമീനും NH3 രണ്ടിലും ഡോണർ ആറ്റംസ് നൈട്രജൻ തന്നെയാണ്. പക്ഷേ എഥിലീൻ ഡയമീൻ ബൈഡൻറ്റേറ്റ് ആണ്, ചീലേറ്റിംഗ് ലിഗാൻഡ് ആണ്. അപ്പം എന്താണ് അവിടെ റിയാക്ഷൻ പ്രൊസീഡ്സ് ടുവേഴ്സ് റൈറ്റ്, ΔG ഈസ് മോർ നെഗറ്റീവ്. അതിൻ്റെ കാരണമാണ് ഇനി പറയുന്നത്. ഇവിടെ റിയാക്ഷൻ കുറച്ചുകൂടെ മോർ ഫീസിബിൾ ആവാനുള്ള കാരണം ΔH നെഗറ്റീവ് ആണ്. അതിൻ്റെ കൂടെ ΔG നെഗറ്റീവ് ആവാനുള്ള ഫാക്ടേഴ്സ് ΔH നെഗറ്റീവ് ആവണം അല്ലെങ്കിൽ ΔS പോസിറ്റീവ് ആവണം. അപ്പോൾ ചീലേറ്റ് റിങ് വരുമ്പോൾ അവിടെ ΔSഉം പോസിറ്റീവാണ്. അതുകൊണ്ടാണ് ΔG മോർ ആൻഡ് മോർ നെഗറ്റീവ് ആണ്. ഈ ΔS പോസിറ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് ഈ റിയാക്ഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ΔS പറഞ്ഞാൽ എൻട്രോപ്പി അല്ലേ? എൻട്രോപ്പി ക്രൈറ്റീരിയ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും ഭാഗത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എടുത്ത് നോക്കുക. റിയാക്റ്റൻറ്റിൻ്റെ ഭാഗത്തും പ്രൊഡക്റ്റിൻ്റെ ഭാഗത്തും. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഭാഗത്ത് NiEN ത്രൈസ് 2+ ഒരു നമ്പർ ഓഫ് കോംപ്ലക്സ്, പിന്നെ 6 NH3 6+1 7 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇനി റിയാക്റ്റൻറ്റിൻ്റെ ഭാഗത്ത് നോക്കിയേ, ഒരു കോംപ്ലക്സും 3 എഥിലീൻ ഡയമീനും 3+1 4. അപ്പം പ്രൊഡക്റ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻറ്റ് കൊടുക്കുമ്പോൾ 7 - 4 എന്ന് പറഞ്ഞാൽ +3 ആണ് നമുക്ക് കിട്ടുക. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുകയാണ് എന്നർത്ഥം. ദാറ്റ് മീൻസ് ΔS പോസിറ്റീവ് ആണ്. ഇനി എൻട്രോപ്പി ഗെയിന് ഒരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്. കാഡ്മിയം 2+, 4 NH3 വരുന്നത്, 4 MEnH2 വരുന്നത്, 2 എഥിലീൻ ഡയമീൻ വരുന്നത്. അപ്പം എഥിലീൻ ഡയമീൻ വരുമ്പം എന്താണ്? ലോഗ് ബീറ്റ വാല്യൂ കൂടുതലാണ്. ΔG നെഗറ്റീവ്, മോർ ആൻഡ് മോർ നെഗറ്റീവാണ്. ΔH പിന്നെ ഏത് ലിഗാൻഡ് ആണെങ്കിലും ഒരേപോലെ നെഗറ്റീവാണ്. ഇനി ΔSലാണ് ഡിഫറൻസ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ ΔG മോർ ആൻഡ് മോർ നെഗറ്റീവ് ഇൻ ദ കേസ് ഓഫ് ചിലേറ്റ് ലിഗാൻഡ് വരാനുള്ള കാരണം എന്താണ്? ഈ ΔS പോസിറ്റീവ് ആയതാണ് എന്നർത്ഥം. ഇത് വേറൊരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. കോപ്പർ NH3 ലിഗാൻഡ് വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നപ്പം ലോഗ് ബീറ്റ വാല്യൂ 7.7 ആയിരുന്നു. ΔH നെഗറ്റീവ് തന്നെയാണ്, ΔS മൈനസ് ആണ്.
അതേസമയം NH3യുടെ സ്ഥാനത്ത് എഥിലീൻ ഡയമീൻ വന്നപ്പോൾ ലോഗ് കെ വാല്യൂ 10.6 ആയി. ഡെൽറ്റ എച്ച് നെഗറ്റീവാണ്, പക്ഷേ ഡെൽറ്റ എസ് പോസിറ്റീവാണ്. അതുകൊണ്ടാണ് ഇവിടെ കെ വാല്യൂ കൂടുതലായത്. ഡെൽറ്റ ജി മോർ ആൻഡ് മോർ നെഗറ്റീവ് ആവും. അപ്പോൾ എന്താണ് ചീലേറ്റ് എഫക്റ്റ്? The stability of the complex of metal ion with a bidentate ligand such as ethylene diamine is invariably significantly greater than the complex of the same ion with two monodentate ligands of comparable vulnerability. That means, for example, two ammonia molecule. നമ്മൾ മുന്നേ പറഞ്ഞ molecule തന്നെ. അപ്പോൾ എഥിലീൻ ഡയമീൻ വരുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുന്നുണ്ട്. This attainment of extra stability by the formation of ring structures by bi or polydentate ligand which include the metal is termed as chelate effect. Why chelates are more stable? Suppose we have a metal ion in solution and we attach it into monodentate ligand followed by a second monodentate ligand. These two processes are completely independent of each other. Then suppose we have a metal ion and we attach it to one end of a chelating ligand. ഒരു എൻഡിൽ അറ്റാച്ച് ചെയ്താൽ അറ്റാച്ച്മെന്റ് ഓഫ് ദ സെക്കൻഡ് എൻഡ് ഓഫ് ദ ചീലേറ്റ് ഈസ് നൗ നോ ലോങ്ങർ ഈസ് ഇൻഡിപെൻഡന്റ് പ്രോസസ്. കാരണം ഒരു ഭാഗം അറ്റാച്ച് ചെയ്ത് കടന്നാൽ മറ്റേ ഭാഗം എന്ന് പറയുന്നത് ഓൾറെഡി മെറ്റലിന്റെ അടുത്തെത്തിയാൽ ഒരു പോസിറ്റീവ് പാർട്ടും ഒരു നെഗറ്റീവ് പാർട്ടും എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഡോണറും ഒരു ഇലക്ട്രോൺ അക്സെപ്റ്ററും ഉണ്ടായാൽ അവിടെ പെട്ടെന്ന് ബോണ്ട് ഫോം ചെയ്യും. അത് പിന്നെ പെട്ടെന്ന് നടന്നോളും. Therefore, more likely to join on to it than a comparable monodentate ligand would be. അതുകൊണ്ടാണ് ചീലേറ്റ് റിങ്സ് മോർ സ്റ്റേബിൾ ആണെന്ന് പറയാൻ കാരണം. ഇനി സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ചീലേറ്റിംഗ് ലിഗാൻഡ് ആണ് EDTA. നമുക്കറിയുന്നതാണ്. എഥിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ഈസ് എ ഹെക്സാഡെൻറ്റേറ്റ് ലിഗാൻഡ്. നമ്മളിങ്ങനെ കാണാണ്ട് പഠിച്ചതല്ലേ. അപ്പം അവിടെ ഏതൊക്കെയാണ് ഡോണേഴ്സ്? 2 നൈട്രജനും 4 CH2COO മൈനസിലുള്ള ഓക്സിജൻ ഭാഗങ്ങളും. അതിൽ ഫോം ചെയ്യുന്ന മെറ്റൽ EDTA കോംപ്ലക്സിൻ്റെ ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു ചിത്രം അപ്പുറത്ത് തരുന്നുണ്ട്. ഇതാ കണ്ടോ, ഒരു മെറ്റൽ സെൻറ്ററിൽ അതിലേക്ക് 2 നൈട്രജൻസ് ഡൊണേറ്റ് ചെയ്യും, പിന്നെ CH2COO മൈനസിലുള്ള ഓക്സിജൻസ് 4 എണ്ണം ഡൊണേറ്റ് ചെയ്യും. അപ്പം എന്താണ്, ഒരു വലിയൊരു റിങ്ങിൻ്റെ ഉള്ളിൽ നമ്മളെ മെറ്റലിനെ പിടിച്ച് അമർത്തി അവിടെ വെച്ചേക്കുക, എവിടേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ. ദാറ്റ് മീൻസ് ആ മെറ്റൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, എന്ന് പറഞ്ഞാൽ അത്രക്ക് അത് സ്റ്റേബിൾ ആണ് എന്നർത്ഥം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിലേറ്റിംഗ് ലിഗാൻസ് ആണ് ഏതൊക്കെയാ? ക്രൗൺ ഈതേഴ്സ്, ക്രിപ്റ്റാൻസ്, പൊഡാൻസ്, പോർഫയറിൻസ്. നാച്ചുറലി ഒക്കറിങ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പോർഫയറിൻസ്, ഹീംസ്, ഹീമോഗ്ലോബിനിലുള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചുറ്റിനും നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബയോമോളിക്യൂൾസ് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും കുറേ ചിലേറ്റിംഗ് ലിഗാൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഇത് വേറൊരു എക്സാമ്പിൾ തന്നതാണ്. ഇതിപ്പോൾ മുന്നേ തന്ന പോലെ തന്നെ അതിൽ വ്യത്യാസമൊന്നുമില്ല. എഥിലീൻ ഡയമീൻ വരുമ്പോൾ ലോഗ് കെ വാല്യൂ കൂടുന്നുണ്ട്, ഡെൽറ്റ എസ് പോസിറ്റീവാണ് എന്ന് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇനി അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ചീലേറ്റ് റിങ്സ് ആണ്. ചീലേറ്റ് റിങ് വരുമ്പോൾ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇനി നമ്പർ ഓഫ് ചീലേറ്റ് റിങ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സ്റ്റെബിലിറ്റി വീണ്ടും വീണ്ടും കൂടുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നമ്പർ ഓഫ് ചീലേറ്റ് റിങ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടെ ഡെൽറ്റ എസ് ബിക്കം മോർ ആൻഡ് മോർ പോസിറ്റീവ്. നിങ്ങൾ ഒന്ന് എഴുതി നോക്കിയാൽ മതി. ചീലേറ്റ് റിങ്ങിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ഡെൽറ്റ എസ് മോർ ആൻഡ് മോർ പോസിറ്റീവ് ആവും. ദാറ്റ് മീൻസ് ഡെൽറ്റ ജി മോർ ആൻഡ് മോർ നെഗറ്റീവ് ആവും. ദാറ്റ് മീൻസ് സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് ചീലേറ്റ് റിംഗ് സൈസ് ആണ്. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ചീലേറ്റ് റിങ്ങിൻ്റെ സൈസ്. നമുക്കറിയാം എല്ലാ റിങ്ങുകളും സ്റ്റേബിൾ അല്ല. അപ്പോൾ 3 മെമ്പേർഡ് റിംഗ് ഉണ്ട്, 4 മെമ്പേർഡ് റിംഗ് ഉണ്ടാവും, 5 മെമ്പേർഡ് റിംഗ് ഉണ്ടാവും. നമ്മൾ പണ്ട് റിംഗ് സൈസ് ഏത് റിംഗ് ആണ് സ്റ്റേബിൾ എന്നുള്ളതിന് ബേയേഴ്സ് സ്ട്രെയിനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു പഠിച്ചത്? 5 and 6 മെമ്പേർഡ് റിങ്സ് ആണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള, ബേയേഴ്സ് സ്ട്രെയിനും മിനിമം ആയിട്ടുള്ള റിങ് എന്നാണ്, റിംഗ് സൈസ് എന്നായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പം ഇവിടെ നമ്മൾ ഓരോ സൈസ് എടുത്ത് നോക്കുകയാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാഡ്മിയത്തിൻ്റെ ഒരു കോംപ്ലക്സ് ഓഫ് ബൈഡൻറ്റേറ്റ് ലിഗാൻ ഓഫ് ദ ടൈപ്പ് NH2 CH2N NH2. ആ CH2N ടൈംസിൽ N is equal to 1 to 4 ആവാം. അപ്പോൾ N-ന് 1 കൊടുക്കുകയാണെങ്കിൽ എന്താവും? റിംഗ് സൈസ് എന്താവും? അപ്പോൾ NH2 CH2 NH2 മെറ്റൽ, അങ്ങനെയല്ലേ റിംഗ് വരിക. അപ്പോൾ 4 മെമ്പേർഡ് റിംഗ് ആവും. അപ്പം N is equal to 1 to 4 ആകുമ്പോൾ റിംഗ് സൈസ് 4 to 7 ആയിരിക്കും. ഇനി ഓരോന്നും എടുത്ത് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം.
അപ്പോൾ ചീലേറ്റ് റിങ്ങിന്റെ സൈസ് n is equal to 1 ആവുമ്പോൾ 4 മെമ്പേർഡ് റിംഗ് ആവും. 4 മെമ്പേർഡ് റിങ്ങിൽ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺസ് ആണെന്നുണ്ടെങ്കിൽ 2 സ്ട്രെയിൻഡ് ആണ്. അപ്പോൾ എന്താണ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ മാത്രമായിട്ട് 4 മെമ്പേർഡ് റിംഗ് എന്ന് പറഞ്ഞാൽ 2 സ്ട്രെയിൻഡ് ആണ്, സ്റ്റെബിലിറ്റി കുറവാണ്. അതേസമയം sp3 ഹൈബ്രിഡൈസ്ഡ് അല്ലേ ആദ്യം പറഞ്ഞത്, ഇനി sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺസ് വരികയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോൺഡ്സ് വരികയാണെന്നുണ്ടെങ്കിൽ 4 മെമ്പേർഡ് ചിലേറ്റ് റിങ്ങുകൾ സ്റ്റേബിൾ ആവും. അതിന് എക്സാമ്പിൾ ആണ് നമ്മളെ കാർബോക്സിലേറ്റ്സ് ഒക്കെ വരുന്ന ചിലേറ്റ് റിങ്ങുകൾ. അവിടെ നമുക്ക് 4 മെമ്പേർഡ് റിങ് ഫോം ചെയ്യാൻ സാധിക്കും, കാരണം അവിടെ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ വരുന്നതുകൊണ്ടാണ്. അടുത്തത് പറയുന്നത് n is equal to 2 വന്നാൽ, n is equal to 2 വന്നാൽ 5 മെമ്പേർഡ് റിംഗ് ആണ് ഫോം ചെയ്യുക. 5 മെമ്പേർഡ് റിംഗ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സ്റ്റേബിൾ വൺ അവൈലബിൾ ആണ്, അതുകൊണ്ട് അത് സ്റ്റേബിൾ ആണ്. ഇനി n is equal to 3 ആകുമ്പോൾ 6 മെമ്പേർഡ് റിംഗ് ആണ്, is in bad either, അതും വലിയ മോശമല്ലാണ്ട് സ്റ്റേബിൾ തന്നെയാണ്. ഇനി when n is equal to 4, n is equal to 4 കൊടുക്കുമ്പോൾ 7 മെമ്പേർഡ് റിംഗ് ആണ് ഫോം ചെയ്യുക. അപ്പം വീണ്ടും റിങ്ങിന്റെ സൈസ് കൂടുമ്പം അതിന്റെ സ്റ്റെബിലിറ്റി ഡ്രോപ്പ് ആവുക എന്ന് പറഞ്ഞാൽ കുറയുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഇൻ ഓർഡർ ടു അക്കോമഡേറ്റ് എ ലോങ്ങർ ഹൈഡ്രോകാർബൺ ചെയിൻ ദ 2 നൈട്രജൻ ആർ ബീയിങ് ഫോഴ്സസ് ടു ഫാർ അപ്പാർട്ട്. വലിയ ഹൈഡ്രോകാർബൺ നടുവിൽ വരുന്നതിനനുസരിച്ചിട്ട് അതിന് വലിയ ദൂരത്തിൽ അറേഞ്ച് ചെയ്യേണ്ടി വരും അതിൻ്റെ ചുറ്റും നിൽക്കണമെങ്കിൽ. അതുകൊണ്ടാണ് ഇവിടെ ലെസ് സ്റ്റെബിലിറ്റി വരുന്നത്. The angle occupied by a chelate ligand, in this case the N hydrocarbon N angle is called the bite angle. ഈ ഹൈഡ്രോകാർബണും 2 ഡോണർ നൈട്രജൻസും തമ്മിൽ ഉള്ള ആംഗിളിനെയാണ് ബൈറ്റ് ആംഗിൾ എന്ന് പറയുക. ബൈറ്റ് ആംഗിൾ ഈസ് ഗോയിങ് ടു ബി ഹാപ്പിയസ്റ്റ് അറ്റ് 90 ഡിഗ്രി സെൽഷ്യസ്. വെൻ ദ ഹൈഡ്രോകാർബൺ ചേഞ്ച് ഈസ് ലോങ്ങർ ബിഗർ, ബൈറ്റ് ആംഗിൾ ഈസ് എവൻച്വലി ഇൻക്രീസസ്. അപ്പം എന്താണ്, സംതിങ് വിൽ ഹാവ് ടു ഗിവ് ആൻഡ് വൺ എൻഡ് ഓഫ് ദ ലിഗാൻഡ് വിൽ ഡിസോസിയേറ്റ്. അത് ബിഗർ ആവുമ്പം 2 ഭാഗത്തിൽ നിന്ന് ഒരു ഡോണർ ഭാഗം മെറ്റലിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഹെൻസ് ദ ലോവർ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ്. നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സ്റ്റെറിക് ഫാക്ടേഴ്സ് ആണ്. സ്റ്റെറിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വെൻ ബൾക്കി ഗ്രൂപ്പ്സ് ആർ പ്രസന്റ് നിയർ ഓർ ഓൺ ദ ലിഗേറ്റിംഗ് ആറ്റം ദ സ്റ്റെറിക് ഫോഴ്സസ് കം ഇൻ ടു പ്ലേ. പ്രസൻസ് ഓഫ് ബൾക്കിയർ ഗ്രൂപ്പ് നിയർ കോർഡിനേഷൻ സൈറ്റ് റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് ലിഗാൻഡ് ഗെറ്റിംഗ് ക്ലോസർ ടു ദ മെറ്റൽ. അപ്പം മെറ്റല് ഒരു ക്രൗഡ്, നമ്മൾ ആരാണെങ്കിലും ഒരു തിരക്കുള്ള സ്ഥലത്തേക്ക് കയറി പോവുക പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലത്ത് പോകണ അത്ര സുഖമല്ല, അത്രേ ഉള്ളൂ. മെറ്റല് ലിഗാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ലിഗാൻഡ് സൈറ്റിന്റെ അടുത്ത് ബൾക്കിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടാവും, കോംപ്ലക്സിന്റെ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രേ ഇവിടെ പറയണുള്ളൂ. ഇനി നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയും പറയാൻ. സ്റ്റെബിലിറ്റി അവസാനിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. താങ്ക് യു.